ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയെങ്കിലും അപരിമേയമായ ആവേശം പകർന്ന തൃശൂർ പൂരം തെക്കോട്ടിറക്കത്തിന് പിന്നാലെ നടന്ന കുടമാറ്റത്തിൽ വർണ്ണവിസ്മയം വിരിഞ്ഞു. താളത്തിന്റെ പാരമ്യമായി മാറിയ ഇലഞ്ഞിത്തറ മേളത്തിന് 300ഓളം കലാകാരന്മാരാണ് അണിനിരന്നത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം നാദവിസ്മയം തീർത്തു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ ഉൾച്ചൂടും ഉഷ്ണതരംഗത്തിന്റെ പുറംചൂടും നിറഞ്ഞു നിന്ന പൂരം. കുടകളുടെ എണ്ണം കുറച്ചെങ്കിലും തെക്കേ നടയിലെ കുടമാറ്റത്തിന്റെ വർണ്ണപ്പൊലിമ കുറഞ്ഞില്ല. പാറമേക്കാവ്, തിരുവമ്പാടി ഭാഗങ്ങളിലായി അണിനിരുന്നത് 15 വീതം ആനകളാണ്. ലോകത്തെ ഏറ്റവും വലിയ സിംഫണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷമായിരുന്നു പൂരാവേശത്തെ പരകോടിയിലെത്തിക്കുന്ന തെക്കോട്ടിറക്കം. ോളം കലാകാരന്മാർ അണിനിരന്ന ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാൻ ജനസഹസ്രങ്ങളാണ് എത്തിയത്. പാറമേക്കാവിന്റെ പാണ്ടിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ മേളപ്രമാണിയായി. പൂരനഗരിയെ താളലയത്തിൽ നിമഗ്നമാക്കി തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം. പതിനൊന്നരയോടെ പാണി കൊട്ടിക്കയറി പാറമേക്കാവിലമ്മ ചെമ്പടയോടെ എഴുന്നള്ളി. കണിമംഗലം ശാസ്താവ് സൂര്യോദയത്തിന് മുൻപ് തട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട് വടക്കുംനാഥ സന്നിധിയിലെത്തിയതോടെയാണ് പൂരാവേശത്തിന് തുടക്കമായത്. പിന്നാലെ 7 ഭഗവതിമാരുടെ ഘടകപൂരങ്ങളുടെ വരവായി. പൂരപ്രേമികൾ ഏറ്റവും കാത്തിരുന്നത് ചെമ്പൂക്കാവിന്റെ വരവിനായാണ്. കാരണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് തിടംപേറ്റിയത്. കടുത്ത ചൂടിനെ അവഗണിച്ചാണ് ജനസാഗരം പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. ഭഗവതി ശാസ്താന്മാരുടെ എഴുന്നള്ളിപ്പ് ആവർത്തിക്കുന്നതിനാൽ രാത്രിയിലും നഗരി ഉറങ്ങാതിരിക്കും. പുലർച്ചെ വെടിക്കെട്ടിന്റെ സമയത്ത് ആചാരത്തിന്റെ ഭാഗമായി പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ ഓരോ കതിന പൊട്ടിക്കും. മുണ്ടത്തിക്കോട് ദുരന്തത്തെ തുടർന്നാണ് വെടിക്കെട്ട് ഒഴിവാക്കിയത്. നാളെ പകൽപൂരത്തിന് ശേഷം പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. ന്യൂസ് മലയാളം, തൃശൂർ.